ഇന്ത്യയിലെ സ്വതന്ത്ര ചിന്തകരും മുൻ മുസ്ലിം കൂട്ടായ്മകളും വലിയ നടുക്കത്തിലാണ്. പ്രശസ്ത യൂട്യൂബറും ഇസ്ലാം മത വിമർശകനുമായ സലീം വസ്തിക്കിന് നേരെ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വെച്ചുണ്ടായ അതിക്രൂരമായ വധശ്രമം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ ഉയരുന്ന വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നു. സ്വന്തം വീട്ടിൽ വെച്ച് പട്ടാപ്പകൽ നടന്ന ഈ ആക്രമണം ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലുള്ള ലോണയിലെ വസ്തിക്കിന്റെ വസതിയിലേക്ക് അക്രമി സംഘം ഇരച്ചുകയറിയത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ 2 യുവാക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ സലീമിനെ ആക്രമിക്കുകയായിരുന്നു. മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കഴുത്തിലും വയറിലും മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു. നിലവിളി കേട്ട് വീട്ടുകാരും അയൽവാസികളും എത്തുമ്പോഴേക്കും പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെട്ടിരുന്നു. നിലവിൽ ഡൽഹിയിലെ GTP ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സലീം വസ്തിക്കിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കേറ്റതിനാൽ അദ്ദേഹം വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഇന്ത്യയിലെ വളർന്നു വരുന്ന മുൻ മുസ്ലിം മൂവ്മെന്റിലെ സജീവ സാന്നിധ്യമാണ് സലീം വസ്തിക്. ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ സ്വത്തും വെളിപ്പെടുത്താൻ ഭയപ്പെടുമ്പോൾ സലീം തന്റെ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ്. 2 പ്രധാന യൂട്യൂബ് ചാനലുകളിലൂടെ അദ്ദേഹം തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഇസ്ലാമിക പ്രമാണങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ, മതമൗലികവാദം, സ്ത്രീവിരുദ്ധത തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം നിരന്തരം സംവാദങ്ങൾ നടത്തിയിരുന്നു. പ്രാദേശിക ദേശീയ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ സധൈര്യം പങ്കെടുക്കുകയും തീവ്രവാദ നിലപാടുകളെ നഖശിഖാന്തം എതിർക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. തന്റെ നിലപാടുകൾ കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സലീമിന് സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും നിരന്തരം വധഭീഷണികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം തന്റെ പ്രവർത്തനം തുടരുകയായിരുന്നു. ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില സ്ക്രീൻഷോട്ടുകൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. മുസ്ലിം ആർമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പിൽ സലീം വസ്തിക്കിനെ തങ്ങൾ കൈകാര്യം ചെയ്തുവെന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിച്ചു. അതുപോലെ ഒരു ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വഴിയാണ് ഈ ആക്രമണത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ വന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സലീം വസ്തിക്കിനെ ആക്രമിച്ച വീഡിയോ വേണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ വർഗീയ വിദ്വേഷം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് പോലീസ് ഈ ഐഡികൾ കേന്ദ്രീകരിച്ച് സൈബർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സലീം വസ്തിക്കിന് നേരെയുള്ള ആക്രമണം ഒറ്റപ്പെട്ട സംഭവമല്ല. ലോകമെമ്പാടും, പ്രത്യേകിച്ചും ഇന്ത്യയെ പോലെ വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവർ നേരിടുന്ന ഭീഷണി വളരെ വലുതാണ്. പ്യൂ റിസർച്ച് സെന്ററിന്റെ പഠനങ്ങൾ പ്രകാരം പല ഇസ്ലാമിക രാജ്യങ്ങളിലും മതം ഉപേക്ഷിക്കുന്നത് വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. ഇന്ത്യയിൽ നിയമപരമായി ഇതിന് തടസ്സമില്ലെങ്കിലും മതമൗലികവാദികൾ ഇത്തരം വ്യക്തികളെ ശത്രുക്കളായി കാണുകയും അവർക്കെതിരെ കായികമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. മതം ഉപേക്ഷിക്കുന്നവർ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പൂർണ്ണമായി ഒറ്റപ്പെടുന്നു. തങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരെ നിശബ്ദരാക്കാൻ തീവ്ര ഗ്രൂപ്പുകൾ ആയുധമെടുക്കുന്നുമുണ്ട്. ഭീഷണി നേരിടുന്ന ഇത്തരം ആക്ടിവിസ്റ്റുകൾക്ക് മതിയായ പോലീസ് സംരക്ഷണം ലഭിക്കാറില്ല എന്നത് വലിയൊരു പോരായ്മയുമാണ്. സലീമിന് നേരെയുള്ള ആക്രമണത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധം ഇരമ്പുകയാണ്. പ്രമുഖ മുൻ മുസ്ലിം ആക്ടിവിസ്റ്റുകളായ സാഹിൽ, പുനീത് സാഹ്നി തുടങ്ങിയവർ ഈ കിരാത നടപടിയെ അപലപിച്ചു. ചിന്താ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ കഴുത്തറത്ത് കൊല്ലാൻ ശ്രമിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. സലീമിന് നീതി ലഭിക്കണം, അക്രമികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണം എന്നവർ സംയുക്ത പ്രസ്താവനയിൽ പറയുകയുമുണ്ടായി. സോഷ്യൽ മീഡിയയിൽ ജസ്റ്റിസ് ഫോർ സലീം വസ്തിക് എന്ന ഹാഷ്ടാഗ് ഇതിനോടകം തന്നെ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട്. നിരവധി സ്വാതന്ത്ര്യ ചിന്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. ഗാസിയാബാദ് പോലീസ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. പ്രതികൾ ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ തിരിച്ചറിയാൻ പ്രയാസമുണ്ടെങ്കിലും അവർ സഞ്ചരിച്ച ബൈക്കിന്റെ നമ്പറും സൈബർ സെല്ലിന്റെ സഹായത്തോടെയുള്ള വിവരങ്ങളും വെച്ച് പ്രതികളെ ഉടൻ പിടികൂടാൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സലീം വസ്തിക്കിന്റെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഡോക്ടർമാർ. ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ സമൂഹത്തിൽ വേരൂന്നിയ അസഹിഷ്ണുതയിലേക്കാണ്. വാക്കുകൾക്ക് പകരം വടിവാളുകൾ ഉപയോഗിച്ച് സംവാദങ്ങളെ നേരിടുന്നത് ജനാധിപത്യത്തെ തകർക്കും. സ്വന്തം മതം തിരഞ്ഞെടുക്കാനും അത് വേണ്ടെന്ന് വെക്കാനും ഏതൊരു പൗരനും ഭരണഘടനാപരമായ അവകാശമുണ്ട്. സലീം വസ്തിക്കിന് നേരെയുള്ള ആക്രമണം ഈ അവകാശത്തിന് മേലുള്ള കനത്ത ആഘാതമാണ്. ഈ കേസിലെ പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കുന്നത് വഴി മാത്രമേ സമാനമായ ചിന്താഗതിയിലുള്ള ക്രിമിനലുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ സാധിക്കൂ.